ഹലോ നമസ്കാരം കൂട്ടുകാരെ. ഇന്ന് ഞാൻ SBIയുടെ ഒരു പുതിയ വേക്കൻസി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു വേക്കൻസി അല്ല, വളരെ ബൾക്ക് വേക്കൻസിയാണ് SBIയുടെ. ഇതിനകത്ത് നിങ്ങൾ ഫീസ് ഒന്നും കൊടുക്കണ്ട. അപ്ലൈ ചെയ്യുവാനായിട്ട് നിങ്ങളുടെ ഒരു ഫീസും വാങ്ങിക്കുന്നില്ല. അതുകൂടാതെ ഇതിനകത്ത് നിങ്ങൾ എക്സാം ഇല്ല. അപ്ലൈ ചെയ്യുവാനായിട്ട് ഫീസ് വാങ്ങിക്കുന്നില്ല, എക്സാം ഇല്ല. അപ്പൊ ഞാൻ കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല. ഏജും അവർ പറയുന്നില്ല ഇത്ര ഒരു ലിമിറ്റ് ഏജ് വേണമെന്ന്. പക്ഷെ ഒരുപാട് വേക്കൻസി ഉണ്ട്. നമ്മുടെ ഒരു സൗത്ത് റീജിയൻ നോക്കുമ്പോഴത്തേക്ക് ഞാൻ എല്ലാം ചെക്ക് ചെയ്തില്ല. ചെക്ക് ചെയ്തപ്പോഴത്തേക്ക് എനിക്ക് ചെന്നൈ കണ്ട്, അത് കണക്ക് തന്നെ ഹൈദരാബാദ് കണ്ട്, ബാംഗ്ലൂരുണ്ട്. ചെന്നൈ, ഹൈദരാബാദ്, ബാംഗ്ലൂർ. ഇതിനകത്ത് കൂടുതൽ ജോബ് വരുന്നത് ആപ്ലിക്കേഷൻ ഫോർ എക്സിക്യൂട്ടീവ് കസ്റ്റമർ സർവീസ്. എക്സിക്യൂട്ടീവ് കസ്റ്റമർ സർവീസ് എന്നുള്ള ഒരു പോസ്റ്റാണ് ഇതിനകത്ത് വരുന്നത്. ഗ്രാജുവേറ്റ് ആണ് അവർ ചോദിക്കുന്ന, ക്വാളിഫിക്കേഷൻ ചോദിക്കുന്ന ഗ്രാജുവേറ്റ്. അപ്പം ഞാൻ 10ാം ക്ലാസ്സും 12ാം ക്ലാസ്സും പഠിച്ചവരോട് എനിക്ക് പറയുവാനുള്ളത്, ഞാൻ അധികം വീഡിയോയിൽ സമയം എടുക്കുന്നില്ല. എങ്ങനെ അപ്ലൈ ചെയ്യുന്നതെന്ന് ആദ്യം തന്നെ കാണിക്കുകയാണ്. കാര്യം ഇന്നലെ SBIയുടെ തന്നെ ഒരു പോസ്റ്റിന്റെ ഞാൻ വീഡിയോ ഇട്ടിരുന്നു. പക്ഷെ പലരും എനിക്ക് കമന്റ് ചെയ്ത് അതിനകത്ത് ആ ലിങ്ക് വർക്കൗട്ട് ആകുന്നില്ല, എല്ലാം ഫില്ല് ചെയ്ത് ലാസ്റ്റ് ചെല്ലുമ്പോഴത്തേക്ക് അതിനകത്ത് സബ്മിറ്റ് ആകുന്നില്ലെന്ന്. എനിക്കറിയത്തില്ല, എന്തെങ്കിലും സർവർ ഡൗൺ ആയിരിക്കും, അല്ലെങ്കിൽ ഞാൻ 2 പ്രാവശ്യം അത് ചെക്ക് ചെയ്തിട്ടാണ് ഞാനത് ആ ലിങ്ക് നിങ്ങൾക്ക് തന്നത്. അപ്പം സർവേ ഡൗൺ ആയിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും 1% ടെക്നിക്കൽ പ്രോബ്ലം ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ തുടങ്ങുമ്പോൾ തൊട്ട് വളരെയേറെ വേക്കൻസികളുണ്ട് ഇതിനകത്ത്. അപ്പൊ ഞാൻ തുടങ്ങുന്നത് തന്നെ ഇതിന്റെ ഈ എങ്ങനെ ആപ്ലിക്കേഷൻ എങ്ങനെ സബ്മിറ്റ് ചെയ്യാവുന്നുള്ള, ഇച്ചിരി ടഫാണ് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നത്. അപ്പം ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഓരോ സമയത്തും അവരുടെ SBIയിൽ നിന്ന് നിങ്ങൾക്ക് അതിന്റെ ആ ഒരു ഇൻറ്റിമേഷൻ വന്നുകൊണ്ടിരിക്കും. നിങ്ങൾ ആദ്യമായിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുവാൻ വേണ്ടി നിങ്ങൾ ലോഗിൻ ചെയ്യുവാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ഇമെയിൽ ID അവർ ഇതിന്റെ നമ്പർ OTP അയക്കും. ആ OTP നിങ്ങൾ ചെയ്ത് വെരിഫൈ ചെയ്താലേ മുന്നോട്ട് പോകത്തുള്ളൂ. അപ്പൊ ഞാൻ ആപ്ലിക്കേഷൻ അയച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക്, ഞാൻ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് വന്ന ഒരു അവരുടെ SBI കാർഡിലാണ്, SBI ബാങ്ക് അല്ല, SBI കാർഡാണിത്. അപ്പം ഞാൻ ആപ്ലിക്കേഷൻ അയച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് അവരിൽ നിന്ന് വന്ന ഒരു റിപ്ലൈ ആണ്, ഇമെയിലാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത്. സബ്ജക്റ്റിൽ എഴുതിയിട്ടുണ്ട്, യുവർ കറണ്ട് ജോബ് ആപ്ലിക്കേഷൻ ഫോർ എക്സിക്യൂട്ടീവ് കസ്റ്റമർ സർവീസ് നോൺ IT സർവീസ് 18429. അതിന്റെ നമ്പറാണ് അവർ തന്നത്. ഇവിടെ എഴുതിയിട്ടുണ്ട് SBI കാർഡ് HR. അതുകൂടാതെ ഇവിടെ ഹലോ, ഞാൻ എൻ്റെ വേറൊരാളുടെ പേരിലാണ് അയച്ചത്. കാര്യം എൻ്റെ പേര് ഞാൻ കൊടുത്തില്ല, അതാണ് ഇവിടെ ഹലോ റിജിൻ എന്ന് കാണിക്കുന്നത്. ബി റിസീവ്ഡ് യുവർ ആപ്ലിക്കേഷൻ ഫോർ എക്സിക്യൂട്ടീവ് കസ്റ്റമർ സർവീസ് നോൺ IT1 സർവീസ് 18429 ഇഫ് യുവർ പ്രൊഫൈൽ കറസ്പോണ്ടന്റ് ടു യുവർ റിക്വയർമെന്റ്. അതായത് ഞാൻ അയച്ച അതുമായിട്ട് അവരുടെ റിക്വയർമെന്റുമായിട്ട് മാച്ച് ചെയ്യണേ, മെമ്പർ ഓഫ് യുവർ റിക്രൂട്ടിംഗ് ടീം വിൽ കോണ്ടാക്ട് യു. അവരുടെ ഒരു റിക്രൂട്ടിംഗ് ടീം എന്നെ കോണ്ടാക്ട് ചെയ്യും. ഇനി പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്, ആപ്ലിക്കേഷൻ അയച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിനെപ്പറ്റി അറിയാൻ പറ്റുമോ, നമ്മുടെ സെലക്ട് ആയോ റിജക്റ്റ് ആയോ, അല്ലെങ്കിൽ അതിപ്പോൾ അതിൻ്റെ ഒരു പരിസ്ഥിതി എന്താണ്, അതിൻ്റെ ഒരു സിറ്റുവേഷൻ എന്താണ് എന്ന് പലരും അത് അറിയാൻ പറ്റുമെന്ന്. പക്ഷേ ഈ SBI കാർഡിന്റെ ഇതിനകത്ത് അതിനുള്ള സൗകര്യം കൂടെ, നിങ്ങൾ ആപ്ലിക്കേഷൻ അയച്ചു കഴിഞ്ഞ് നിങ്ങൾ എങ്ങും ആരോടും ചോദിക്കേണ്ട, നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ആ ലോഗിൻ IDയിൽ പോയിട്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം നിങ്ങളുടെ ആപ്ലിക്കേഷൻ എന്തു പറ്റിയെന്നുള്ളത്. അപ്പോൾ ഇഫ് യു ആർ റിക്വസ്റ്റഡ് ടു പ്രൊവൈഡ് അഡീഷണൽ ഇൻഫോർമേഷൻ അബൌട്ട് യുവർ ജോബ് ആപ്ലിക്കേഷൻ, നിങ്ങളുടെ ജോബ് ആപ്ലിക്കേഷൻ പറ്റി നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും ഇൻഫോർമേഷൻ വേണമെങ്കിൽ, ഓർ ഇഫ് യു വാണ്ട് ടു മാനേജ് യുവർ പ്രൊഫൈൽ, നിങ്ങളുടെ പ്രൊഫൈൽ നമ്മൾ അയച്ച ആ പ്രൊഫൈലിൽ എഡിറ്റ് ചെയ്യണമെങ്കിൽ അതിനവർ ഇവിടെ ഒരു ലിങ്ക് തന്നിട്ടുണ്ട്. ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ മതി. ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ അയച്ച നമ്മൾ ആപ്ലിക്കേഷൻ അയച്ച് ആ ഒരു ഇതിലേക്കാണ് പോകുന്നത്. ഇവിടെ വീണ്ടും നമ്മുടെ ഇമെയിൽ IDയിൽ വെരിഫിക്കേഷൻ കോഡ് വരും. ആ വെരിഫിക്കേഷൻ കോഡ് ഇട്ടിട്ട് വെരിഫൈ ചെയ്താൽ മതി. വെരിഫൈ ചെയ്യുമ്പോഴത്തേക്ക് ഇങ്ങനെയുള്ള ഇതാണ്, നമ്മൾ വെരിഫൈ ചെയ്ത് അതിന് ഒരുപാട് സമയം എടുക്കും. അതുകൊണ്ടാണ് ഞാൻ ചെയ്യാഞ്ഞത്. ഞാൻ നേരത്തെ ഇത് ഓപ്പൺ ചെയ്തു, ഞാൻ നേരത്തെ ഒരു ആപ്ലിക്കേഷൻ അയച്ചതാണ്. അപ്പം ഈ ആപ്ലിക്കേഷൻ ഈ പർട്ടിക്കുലർ ഇമെയിൽ ID ഉപയോഗിച്ച് നമ്മൾ എത്ര ആപ്ലിക്കേഷൻ അയച്ചോ അതിൻ്റെ എല്ലാം സ്റ്റാറ്റസ് ഇതിനകത്ത് കാണിക്കും. നേരത്തെ
ഞാൻ 1-2 വീഡിയോ ഈ SBIയുടെ ഇട്ടിട്ടുണ്ട്. അതിനകത്ത് നിങ്ങൾ ഇപ്പോൾ അയക്കുന്ന പർട്ടിക്കുലർ ഇമെയിൽ ID അന്ന് നിങ്ങൾ അപ്ലൈ ചെയ്തെങ്കിൽ കഴിവത് നിങ്ങൾ അതിനകത്ത് പുതിയ ഇമെയിൽ ID ചെയ്യണം. കാര്യം അത് നമുക്കൊരു വാർഡ് റിമാർക്ക് ആവും അവിടെ നമ്മുടെ ആപ്ലിക്കേഷൻ നേരത്തെ കിട്ടി റിജക്റ്റ് ആയെന്നുള്ളത്. അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും പുതിയ ഇമെയിൽ ID ഉപയോഗിക്കാവുള്ളൂ. ഞാൻ ഇത് ഡെമോ കാണിക്കേണ്ടത് കൊണ്ട് ഞാൻ എൻ്റെ പഴയ ഇമെയിൽ ID തന്നെ വന്നത്. അപ്പോൾ എൻ്റെ ഈ ഇമെയിൽ ID ഇവിടെ പറയുന്നുണ്ട്. അതുകൂടാതെ ഇവിടെ ഈ പോസ്റ്റിൻ്റെ എക്സിക്യൂട്ടീവ് കസ്റ്റമർ സർവീസ് നോൺ T1 സർവീസ് എന്ന് ചെന്നൈക്ക് വേണ്ടിയിട്ടാണ്, ചെന്നൈയുടെയാണ് ഞാൻ അപ്ലൈ ചെയ്തത്. ടാക്സ് എന്നാണെന്ന് കാണിക്കുന്നുണ്ട്. ന്യൂ മീറ്റ് ബേസിക് ക്വാളിഫിക്കേഷനായിട്ട് മീറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് അവർ പറയുന്നത്. അപ്പം ഇതിനു മുന്നേ 2 ഇത് കണക്ക് ഡെമോ കാണിക്കാനായിട്ട് ഞാൻ ചെയ്ത 2 ആപ്ലിക്കേഷനാ. ഒന്ന് അസോസിയേറ്റ് VKYC സപ്പോർട്ട്, അത് കണക്ക് തന്നെ വേറൊന്ന് അസോസിയേറ്റ് VKYC സപ്പോർട്ട്. അതിൽ എൻ്റെ ആദ്യത്തെ അയച്ചത് അത് റിജക്റ്റഡ് ആയി ഇവിടെ പറയുന്നത്. എനിക്ക് ഇവിടെ മനസ്സിലായി, ഞാൻ ആദ്യം അയച്ച ആപ്ലിക്കേഷൻ റിജക്റ്റ് ആയി. രണ്ടാമത് അയച്ചത് BKC അസോസിയേറ്റ് കണ്ടിന്യൂ ആ പറയുന്നത്, അത് നടന്നുകൊണ്ടിരിക്കുന്നെന്നാണ് പറയുന്നത്. പക്ഷെ അത് ഇൻവാലിഡ് അല്ലെങ്കിൽ ഇൻകംപ്ലീറ്റഡ് ആയിരുന്നു, ഞാൻ പകുതിക്ക് വെച്ച് നിർത്തി. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്കൊരു മെയിൽ വന്നതാണ്, അത് ഞാൻ കാണിക്കാം. അതായത് അവർ ഉടൻ ചെക്ക് ചെയ്യും, ഇത് ഉടൻ ചെക്ക് ചെയ്തിട്ട് എനിക്ക് വന്നതാണ്. ഇതാണ്ട് ഇവിടെ SBI കാർഡ് HR എന്നുള്ള ഇമെയിൽ ID നമുക്ക് വരുന്നത് കൺഫേം യുവർ ഐഡന്റിറ്റി. അതായത് നമ്മൾ അവിടെ നമ്മൾ രണ്ടാമത് ചെന്ന് ഓപ്പൺ ചെയ്യാൻ നോക്കുകയും വീണ്ടും നമുക്ക് ഈ പാസ്വേഡ് ഈ OTP തരുമെന്ന് പറഞ്ഞ ഇതാണ്. ജസ്റ്റ് 1 more സ്റ്റെപ്പ് ബിഫോർ യു ഗെറ്റ് സ്റ്റാർട്ടഡ് യു മസ്റ്റ് കൺഫേം യുവർ ഐഡന്റിറ്റി യൂസിങ് ദ 1 time പാസ്കോഡ്. ഇതാണ് 165183. ഇതാദ്യം ഈ കാണുന്നത് ഞാൻ ആദ്യമായിട്ട് ഞാൻ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് അവിടെ കൊടുത്ത പാസ്വേഡ് OTP. അപ്പം ഇന്ന് ഞാൻ അധികം കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. ഞാൻ എങ്ങനെ അപ്ലൈ ചെയ്യുന്നത്, നിങ്ങൾക്ക് അതൊരു കോൺഫിഡൻസ് ആവും. ഞാൻ അപ്ലൈ ചെയ്ത് അവിടെ കൺഫേം സബ്മിഷൻ ആവുമ്പോഴത്തേക്ക് ഞാൻ വേറൊരു ഇമെയിൽ ID അപ്ലൈ ചെയ്യാണ്. അത് സബ്മിഷൻ ആവുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെ അപ്ലൈ ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ ലിങ്ക് വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ല. നിങ്ങൾ അത് ഉപയോഗിക്കുമ്പോൾ വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് വരുന്ന ഒരു ഫാൾട്ടായിട്ടേ കണക്കാക്കാൻ പറ്റത്തുള്ളൂ. അത് ഒന്നെങ്കിൽ നിങ്ങളുടെ ഡിവൈസിന്റെ ഫാൾട്ട്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കാര്യം കൊണ്ടുള്ള. ഇവിടെ പിന്നെ ഞാൻ അപ്ലൈ ചെയ്തപ്പോഴത്തേക്ക് ഇവിടെ ഒരു പ്രത്യേക കാര്യം, നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ അവസാനം നമ്മൾ സബ്മിറ്റ് ചെയ്യുമ്പോൾ അവർ പറയും നിങ്ങൾ ഈ 2 കാര്യങ്ങൾ തെറ്റാണ്, അത് നിങ്ങൾ റിന്യൂ ചെയ്യും അല്ലെങ്കിൽ റിവൈസ് ചെയ്യുമെന്ന് പറയും. അത് കഴിഞ്ഞേ നമ്മുടെ ആപ്ലിക്കേഷൻ സ്വീകരിക്കത്തുള്ളൂ. അത് കഴിഞ്ഞിട്ടും ആ ആപ്ലിക്കേഷനിൽ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അവർ നമുക്ക് മെയിൽ വിടും, നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ കറക്റ്റായിട്ട് നിങ്ങൾ ചെയ്ത്. അപ്പോഴും നമുക്ക് ഈ വെരിഫിക്കേഷൻ കോഡ് ഉപയോഗിച്ച് അത് ചെയ്യാം. അപ്പോഴത്തേക്ക് ഞാൻ ആപ്ലിക്കേഷനിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങളോട് എനിക്കൊരു റിക്വസ്റ്റ് ഉള്ളത്, ദയവായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമാണെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അത് കണക്ക് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടുകൂടി ഇത് കണക്കുള്ള പുതിയ വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തും ഞാൻ ഇടുന്ന ആ സമയത്ത് തന്നെ. അതുപോലെ തന്നെ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് പല വേക്കൻസികൾ നെറ്റിൽ സെർച്ച് ചെയ്ത് പല ആൾക്കാരുമായിട്ട് പല കമ്പനിക്കാരുമായിട്ട് സംസാരിച്ചിട്ടാണ് ഞാൻ ഈ വേക്കൻസി കൊണ്ടുവരുന്നത്. അപ്പോൾ അതിന് നിങ്ങൾ തരുന്ന ഒരു മോട്ടിവേഷനാണ് നിങ്ങളൊരു ലൈക്ക് ചെയ്യുക എന്നുള്ളത്. നിങ്ങൾക്ക് വെറുതെ അവിടെ ഒരു ലൈക്കിൻ്റെ ഒരു തമ്പ് ഇംപ്രഷൻ്റെ ഉണ്ട്, അതൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി. കാര്യം ഞാൻ ഇത്രയും സമയം യൂട്ടിലൈസ് ചെയ്താണ് ഈ വേക്കൻസി നിങ്ങൾക്ക് വേണ്ടി. അപ്പം വീണ്ടും നിങ്ങളോട് അഭ്യർത്ഥിക്കുക, നിങ്ങളോടുള്ള റിക്വസ്റ്റ് ആണ്, വീണ്ടും എനിക്ക് നിങ്ങളോടുള്ള റിക്വസ്റ്റ് ആണ്, നിങ്ങൾ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണമെന്നുള്ള റിക്വസ്റ്റോട് കൂടി നമുക്ക് മുന്നോട്ട് കിടക്കാം. അല്ല, നമുക്ക് കണ്ടിന്യൂഷൻ ചെയ്യാം. അപ്പോഴത്തേക്ക് ഇങ്ങനെ നമ്മൾ അവിടുന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു വെബ്സൈറ്റിലേക്കാണ് നമ്മൾ വരുന്നത്. ഇവിടുന്ന് നിങ്ങൾ ഇത് ഗുഡ്ഗാവിന്റെ വേക്കൻസിയാണ്, ഇത് വിട്ടേര്, ഇത് മഹാരാഷ്ട്രയുടെ വേക്കൻസിയാണ്, എക്സിക്യൂട്ടീവ് കസ്റ്റമർ സർവീസ്, ഇത് വിട്ടേര്. നമ്മൾ താഴോട്ട് വരണം. താഴോട്ട് വരുമ്പോഴത്തേക്ക് ഇവിടെ അപ്ലൈ നൗ എന്നുണ്ട്. ഈ അപ്ലൈ നൗ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഇതിന് അപ്ലൈ ചെയ്യണമെങ്കിൽ അപ്ലൈ നൗ ക്ലിക്ക് ചെയ്യാം. മേളിൽ ഒരുപാട് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്, അത് വായിക്കുക. ഇല്ല, നമുക്ക് ഇത് ഇഷ്ടമില്ല, നമുക്ക് വേറെ വേക്കൻസിയാണ് നമുക്ക് വേണ്ടത്, നമുക്ക് ചെന്നൈയിൽ അല്ലെങ്കിൽ ബാംഗ്ലൂർ അല്ലെങ്കിൽ ഹൈദരാബാദിലെ വേണം. ഇവിടെ ഫസ്റ്റ് തന്നെ താഴോട്ട് വരുന്ന സിമിലർ ജോബ് എന്നുള്ളിടത്ത് കാണിക്കുന്നുണ്ട്, എക്സിക്യൂട്ടീവ് കസ്റ്റമർ സർവീസ് നോൺ T1 സർവീസ് ചെന്നൈ ഇന്ത്യ. ഈ ചെന്നൈ ഇന്ത്യയിലെയാണ് നമ്മൾ അപേക്ഷിക്കുന്നത്. അല്ലെങ്കിൽ താഴോട്ട് വരുമ്പോൾ ഒരുപാട് വേക്കൻസി ഉണ്ട്. എക്സിക്യൂട്ടീവ് അണ്ടർ റൈറ്റിംഗിന്റെ ഉണ്ട്, സീനിയർ എക്സിക്യൂട്ടീവ് ഉണ്ട്, ഇനിയും മോർ ജോബ് ഉണ്ട്, ഒരുപാട് ജോബ് ഇവിടെ വരുന്നുണ്ട്. അപ്പം നിങ്ങളത് നോക്കുക. ഞാനിപ്പോൾ സപ്പോസ് ചെയ്യാൻ ഡെമോ ആയിട്ട് ഒരെണ്ണം അപ്ലൈ ചെയ്യാൻ പോവുക. ഇവിടെ എക്സിക്യൂട്ടീവ് കസ്റ്റമർ സർവീസിൽ ഞാൻ ഈ ചെന്നൈയുടെ ഇത് ഞാൻ ക്ലിക്ക് ചെയ്ത്
ഇവിടുന്ന് താഴോട്ട് വരുമ്പോൾ ഇവിടെ കമ്പനി എക്സ്, ഇത് SBI കാർഡിന്റെ, ഇവിടെ നിങ്ങൾ നോക്കിയ SBI കാർഡ്, SBI ക്രെഡിറ്റ് കാർഡിന്റെ ആണിത്. അപ്പം ഇതിനകത്ത് എക്സിക്യൂട്ടീവ് കസ്റ്റമർ സർവീസ് നോൺ T1 സർവീസ് എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പം ജോബ് ഡിസ്ക്രിപ്ഷൻ ഇവിടെ പറയുന്നുണ്ട്, നിങ്ങൾ വായിച്ചു നോക്കണം, ഒരുപാട് സമയമാകുന്നത് അതുകൊണ്ടാണ്. വാട്ട് ഈസ് ഇൻ ഇറ്റ് ഫോർ യു, നിങ്ങൾ എന്തെല്ലാം ആയിരിക്കണമെന്ന് അവിടെ പറയുന്നുണ്ട്. റോൾ പർപ്പസ് എന്താണെന്ന് പറയുന്നുണ്ട്, റോൾ അക്കൗണ്ടബിലിറ്റി എന്താണെന്ന് പറയുന്നുണ്ട്, മെഷർ ഓഫ് സക്സസ് ഇവിടെ പറയുന്നുണ്ട്, വായിച്ചു നോക്കണം നിങ്ങൾ. ഇതെല്ലാം ടെക്നിക്കൽ സ്കിൽ, എന്തായാലും നോളേജ് ഓഫ് കസ്റ്റമർ സർവീസ്, നിങ്ങൾ എവിടെയെങ്കിലും കസ്റ്റമർ സർവീസ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുള്ളതിൻ്റെ ഒരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് വേണം. സ്റ്റേക്ക് ഹോൾഡർ മാനേജ്മെന്റ് എല്ലാം ഇവിടെ ക്വാളിഫിക്കേഷൻ. ഗ്രാജുവേറ്റ് ഇൻ എനി ഡിസിപ്ലിൻ, ഏതെങ്കിലും ഒരു ഗ്രാജുവേറ്റ് ആയിരിക്കണം. ഗ്രാജുവേറ്റ് എന്നുള്ള ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് ഏതും ആയിക്കോട്ടെ, ഗ്രാജുവേറ്റ് ആയിരിക്കണം. അപ്പം ഇതാണ് നിങ്ങൾ ഇത് വരുന്നത്. ഇവിടെ നമുക്ക് നിങ്ങൾ ഇതെല്ലാം വായിച്ചു നോക്കിയിട്ട് നിങ്ങളുടെ ആ ഒരു ക്വാളിഫിക്കേഷനുമായിട്ട് ഒത്തുവരികയാണെങ്കിൽ നിങ്ങൾ അപ്ലൈ നൗവിൽ ക്ലിക്ക് ചെയ്യുക. അപ്ലൈ നൗവിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് യു ഡോണ്ട് നീഡ് ടു ഹാവ് ആൻ അക്കൗണ്ട്, ഇവിടെ ഡോണ്ട് നീഡ് ടു ഹാവ് ആൻ അക്കൗണ്ട് എന്നാണ് പറയുന്നത്. ഇവിടെ നിങ്ങളുടെ ഇമെയിൽ ID കൊടുക്കുക. ഞാൻ എൻ്റെ ഒരു ഇമെയിൽ ID, ഡെമോ ഇമെയിൽ ID ഇവിടെ കൊടുക്കുകയാണ്. അപ്പം അതിന് മുന്നേ പറഞ്ഞോട്ടെ, വീഡിയോ ഇച്ചിരി നീണ്ടതാണ്. കാര്യം ഈ ആപ്ലിക്കേഷനും പിന്നൊരു വീഡിയോ ഉണ്ടാക്കുന്ന കാര്യത്തിൽ അല്പം തർക്കത്തിലാണ്. അതുകൊണ്ട് വീഡിയോ ഇച്ചിരി നീളും. നിങ്ങൾ ക്ഷമിച്ച് വീഡിയോ കാണാൻ ശ്രമിക്കുക. എങ്ങനെ അപ്ലൈ ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ഒരു ഡെമോയാണ് ഞാനിവിടെ തരുന്നത്. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് നിങ്ങൾ വീഡിയോ കാണണം. ഇവിടെ ഐ അഗ്രി വിത്ത് എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ നെക്സ്റ്റിലേക്ക് പോവുക. ഇവിടെ പറയുന്നുണ്ട് നിങ്ങളുടെ ലിങ്കത്തിലുണ്ടെങ്കിൽ അത് ഇവിടുന്ന് ലോഡ് ചെയ്യാൻ പറ്റൂ. ഇല്ല, നിങ്ങൾക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ഇവിടെ കോണ്ടാക്ട് ഇൻഫോർമേഷൻ, ഞാൻ എൻ്റെ പേരെഴുതി, ഞാൻ ഇവിടെ പേര് എൻ്റെ ഇത് എഴുതി, ടൈറ്റിൽ നിങ്ങൾ മിസ്റ്റർ ആണോ മിസ്സസ് ആണോ എന്നുള്ളത് കൊടുക്കുക. ഞാനിപ്പോൾ മിസ്റ്റർ ആയതുകൊണ്ട് മിസ്സസ് കൊടുത്ത്, മിഡിൽ നെയിം എന്താണെന്നുള്ളത് കൊടുക്കുക. ഞാൻ ആന്റണി എന്ന് എഴുതി. നിങ്ങളുടെ ഇമെയിൽ ID ഇവിടെ ഡയറക്റ്റ് എടുത്തിട്ടുണ്ട്, അത് കുഴപ്പമില്ല. ഇവിടെ ഞാനിപ്പോൾ അയർലൻഡിലായതുകൊണ്ടാണ് ഇത് അയർലൻഡ് കാണിക്കുന്നത്. ഇവിടെ നമ്മൾ എടുത്ത് 91+91 ആണ് നമ്മുടെ ഇന്ത്യയുടെ കോഡ്. അതെടുത്ത് അഡ്രസ് ഇവിടെ എന്നാണെന്ന് വെച്ചാൽ നിങ്ങൾ എഴുതണം. ഇന്ത്യ എടുക്കണം. ഇവിടെ ഞാൻ ഇന്ത്യ നെടുമുടി എന്നുള്ള എടുത്ത്. പക്ഷെ എൻ്റെ ലൊക്കേഷൻ ഇതാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ ലൊക്കേഷൻ വേറെ നിങ്ങളുടെ അവിടുത്തെ കേരളത്തിൽ നിന്ന് ചെയ്യുകയാണെങ്കിൽ കുഴപ്പമില്ല. ഞാനിപ്പം ഇവിടെ ആയതുകൊണ്ട് ആ ലൊക്കേഷൻ എടുക്കുന്നത്. അതുകൊണ്ട് ഞാൻ അയർലൻഡ് തന്നെ എടുക്കുകയാണ്. ഞാൻ അവിടെ നെടുമുടി വന്ന് ഇവിടെ നിങ്ങളുടെ അഡ്രസ്സ് പിന്നെ ഏതെങ്കിലും ഉണ്ടെങ്കിൽ എഴുതുക. ഞാൻ പെട്ടെന്ന് എഴുതി വിടുകയാണ്. ഇവിടെ ആലപ്പി എഴുതി, ഇവിടെ ഇത് എഴുതി. ഇത്രയും അവർ ഡയറക്റ്റ് എൻ്റെ കമ്പ്യൂട്ടറിൽ ഞാൻ ലാപ്ടോപ്പിൽ ചെയ്യുന്നത് കൊണ്ട് അവരത് അത്രയും എൻ്റെ എടുത്ത്. ഇല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ ഇത് ഫില്ല് ചെയ്യണം, എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ ചെയ്യാം. ഇവിടുന്ന് നെക്സ്റ്റിൽ പോവുക. നെക്സ്റ്റിൽ പോയി കഴിയുമ്പോൾ ചോദിക്കുന്നത്, ഈസ് യുവർ പ്രൊഫൈൽ കറന്റ്ലി അണ്ടർ റിവ്യൂ അണ്ടർ പ്രോസസ് ഫോർ എനി അതർ പ്രൊവിഷൻ ഇൻ SBIC സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഈ കാർഡിൽ നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ, അതെന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ യേസ് കൊടുക്കുക. നേരത്തെ അപ്ലൈ ചെയ്തിട്ടുണ്ട്, അതിപ്പം നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾ നോയെ കൊടുക്കാവുള്ളൂ. അങ്ങനെ എന്തെങ്കിലും പെൻഡിങ് ആയിട്ടുണ്ടെങ്കിൽ അത് വിട്ടുകളയണം. ഇനി ഇവിടെ ആർ യു റിലേറ്റഡ് ടു റെഫേർഡ് ബൈ എനിവൺ, ആരെങ്കിലും നിങ്ങൾക്ക് ഇത് റെഫർ ചെയ്തത് കൊണ്ടാണ് നിങ്ങൾ എഴുതുന്നത്. നിങ്ങൾ യേസു നോ, നിങ്ങൾക്ക് യേസു വേണമെങ്കിൽ യേസു വെക്കാം, അല്ലെങ്കിൽ നോ വെക്കാം. ഹാവ് യു എവർ വർക്ക്ഡ് SBIയിൽ നിങ്ങൾ ഇതിനു മുന്നേ വർക്ക് ചെയ്തിട്ടുണ്ടോ? നിങ്ങൾ ഇല്ല, ഞാൻ നോയാ വെക്കുന്നത്. നിങ്ങളും നോ തന്നെ. നിങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ യേസു വെക്കണം, ഇല്ലെങ്കിൽ നോ വെക്കണം. ഇവിടെ ഹാവ് യു എവർ വർക്ക്ഡ് ഇൻ SBI കാർഡിൽ നിങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ടോ? ഞാൻ നോയാ കൊടുക്കുന്നത്. നിങ്ങൾ യെസ് ആണെങ്കിൽ യെസ് കൊടുക്കണം. വാട്ട് ഈസ് യുവർ നോട്ടീസ് പീരീഡ്, എത്ര ദിവസം കൊണ്ട് നമുക്ക് ജോയിൻ ചെയ്യാൻ വരും? ഞാൻ ഒരു 15 തൊട്ട് 30. കാര്യം ഏതെങ്കിലും ഒരു കമ്പനിയിൽ നിന്ന് കമ്പനിയിലെ ജോബ് വിടണമെങ്കിൽ എങ്ങനെയാണെങ്കിലും നമുക്കൊരു 30 ദിവസത്തെ ഒരു പീരീഡ്, 1 month നോട്ടീസ് കൊടുക്കണം. ഇതിനു മുന്നുള്ള എക്സ്പീരിയൻസ്, ഡു യു ഹാവ് എനി എക്സ്പീരിയൻസ് ഇൻ BFSI FMCG ടെലികോം, നിങ്ങൾ FMCGയിലോ ഇങ്ങനെയുള്ള ഏതെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ യേസ് കൊടുക്കുക. ഇല്ലായിക്കോട്ടെ, യേസ് കൊടുക്കുക. പക്ഷെ ഉണ്ടായെന്ന് പറഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ഡോക്യുമെന്റ് ചെക്ക് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അത് കാണിക്കേണ്ടി വരും. അതുകൊണ്ട് നോ ആണെങ്കിൽ നിങ്ങൾ അങ്ങനെ ഈ ഒരു പറയുന്ന BFSI FMCG ടെലികോം ഇൻഡസ്ട്രി നിങ്ങൾ ജോബ് ചെയ്തിട്ടില്ലെങ്കിൽ നോ തന്നെ കൊടുക്കുക.
ആ റെഡി ടു റീഅലോക്കേറ്റ് നിങ്ങൾ ചേഞ്ച് ചെയ്ത്, നിങ്ങൾ ഇപ്പോൾ ഉള്ള ഒരു ലൊക്കേഷൻ ചേഞ്ച് ചെയ്യാൻ നിങ്ങൾ തയ്യാറാണോ? നിങ്ങൾ തീർച്ചയായിട്ടും യേസ് തന്നെ കൊടുക്കണം. റീസൺ ഫോർ ജോബ്, കറണ്ട് ജോബ് ഉള്ള ഇപ്പോഴത്തെ ജോബ് നിങ്ങൾ എന്തുകൊണ്ട് വിടുന്നു? ഇവിടെ നിങ്ങൾ ഫ്യൂച്ചർ ബെനിഫിറ്റ് കൊടുക്കണം. ഫ്യൂച്ചർ ബെനിഫിറ്റ് ആണ് നല്ലത്. ബെനിഫിറ്റ് ഞാൻ പെട്ടെന്ന് എഴുതുന്ന എന്തെങ്കിലും സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ശരിയായിട്ട് എഴുതണം. കറണ്ട് വേരിയബിൾ പേ നിങ്ങൾക്ക് എത്ര കിട്ടുന്നുണ്ട്? ഇപ്പം വേരിയബിൾ പേ എന്ന് പറഞ്ഞാൽ ബേസിക് പേ ഞാൻ എഴുതുകയാണ്. ഒരു 55,000 ഞാനിത് വെറുതെ എഴുതുന്നതാണ്. നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന അതേ കിട്ടുന്ന ആ ഒരു ബേസിക് പേ ഉണ്ട്, അതേ എഴുതാവുള്ളൂ. കറണ്ട് ഫിക്സ്ഡ് പേ നിങ്ങൾക്ക് എല്ലാം കൂടെ കൂട്ടി എത്ര കിട്ടും? ഞാനൊരു 55,000 എഴുതിയുണ്ട്. 65,000 ഒരു 10,000 രൂപ എൻ്റെ എല്ലാം കൂടെ കൂട്ടി 10,000. കറണ്ട് ഡിസിഗ്നേഷൻ എന്താണ്? ഞാനിവിടെ കസ്റ്റമർ സർവീസ് എന്ന് എഴുതുകയാണ്. കസ്റ്റമർ സർവീസ് എന്ന് എഴുതി. ആർ വി കംഫർട്ടബിൾ ടു വർക്ക് ഓൺ സാറ്റർഡേ ആൻഡ് സൺഡേ? അതെ, നിങ്ങൾ യെസ് ചെയ്യാവുള്ളൂ. സാറ്റർഡേ സൺഡേ നിങ്ങൾ വർക്ക് ചെയ്യാൻ തയ്യാറാണെന്നാണ് നമ്മൾ എഴുതുന്നത്. വാട്ട് ഈസ് യുവർ ടോട്ടൽ റിലിവൻറ്റ് വർക്ക് എക്സ്പീരിയൻസ് വിത്ത് റിഗാർഡ് ടു റോഡ്? നിങ്ങൾ ഈ ഒരു കസ്റ്റമർ കെയർ എക്സിക്യൂട്ടീവായിട്ട് നിങ്ങൾ വർക്ക് ചെയ്തിട്ടുള്ളതുകൊണ്ട് എത്ര വർഷത്തെ ഉണ്ടെന്നാണ് ചോദിക്കുന്നത്. ഞാനൊരു 2 വർഷത്തെ വെറുതെയാണ്, ഡെമോയാണ്, നിങ്ങൾ മനസ്സിലാക്കുക. ഹൗ മെനി ഇയേഴ്സ് ഓഫ് വർക്ക് എക്സ്പീരിയൻസ് ഡു യു ഹാവ്? ടോട്ടൽ നമുക്ക് എത്ര വർക്ക് എക്സ്പീരിയൻസ് ഉണ്ട്? ഞാനൊരു 5 വർഷത്തെ കൊടുത്ത്, അല്ലെങ്കിൽ 2 വർഷത്തെ ഞാൻ കൊടുത്തോളൂ. ഇവിടുന്ന് നിങ്ങൾ നെക്സ്റ്റിൽ പോവുക. ഇവിടെ 2 കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. എക്സ്പീരിയൻസ്, നിങ്ങളുടെ എക്സ്പീരിയൻസ് എത്രയാണ്? നിങ്ങൾ സ്റ്റാർട്ട് ഡേറ്റ് എന്നാണ്. ഇപ്പം ഈ കാര്യങ്ങൾ സ്റ്റാർട്ട് ഡേറ്റ്, എൻഡിങ് ഡേറ്റ് ഇതൊക്കെ കൊടുക്കുക. ഇത് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങളുടെ ഇവിടെ ഇത് കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് നിങ്ങളുടെ ഡൺ ചെയ്യണം. ഡൺ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നിങ്ങളുടെ ആഡ് എഡ്യൂക്കേഷൻ ചോദിക്കുന്നുണ്ട്. ആ എഡ്യൂക്കേഷൻ കൊടുക്കണം. എഡ്യൂക്കേഷൻ കൊടുത്തു കഴിഞ്ഞിട്ട് വീണ്ടും നിങ്ങൾ ഡൺ ചെയ്യുക. അവിടെ നിന്ന് നിങ്ങൾ കണ്ടിന്യൂ നെക്സ്റ്റിൽ പോവുക. നെക്സ്റ്റിൽ പോകുമ്പോഴത്തേക്ക് ഇവിടെ വരും. അത്രയും കംപ്ലീറ്റ് ചെയ്ത് ഇവിടെ വരുമ്പോഴത്തേക്ക് ഇവിടെ നിങ്ങൾ അപ്ലോഡ് ചെയ്യണം. നിങ്ങളുടെ റെസ്യൂം അപ്ലോഡ് ചെയ്യണം. ഇവിടെ ഞാൻ വെറുതെ ഡെമോയായിട്ട് ഒരു റെസ്യൂം എടുത്ത് ഇവിടെ നിങ്ങളുടെ ആഡ് ഹയസ്റ്റ് എഡ്യൂക്കേഷൻ ഇവിടെ കൊടുക്കണം. അതേതാണ് നിങ്ങളുടെ ഡിഗ്രി ഏതാണോ അതാണ് ഹയസ്റ്റ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. അത് ഞാൻ വെറുതെ ഡെമോ ചെയ്യുകയാണ്. ഒരെണ്ണം കൊടുത്ത് PDF JPG ഇവിടെ എടുക്കും. അപ്പം ഇത് കഴിഞ്ഞ് ഞാൻ അപ്ലോഡ് ചെയ്ത് ലിങ്ക് 1 ലിങ്ക് 2 ഒക്കെ വിടുന്ന. അത് നമ്മൾ ഇവിടെ ലൈസൻസ് നമുക്കുണ്ടെങ്കിൽ ആ ലൈസൻസിന്റെ കാര്യമൊന്നും പറയുന്നില്ല. വർക്ക് എക്സ്പീരിയൻസ്, ട്രാവൽ, ഡൊമസ്റ്റിക് ഇതൊക്കെ വിട്ടേര്. ആഡ് സ്കിൽ ഇത് ചെയ്യുന്നില്ല. ഈ ജെൻഡർ എന്താണെന്ന് നിങ്ങൾ എഴുതണം. മെയിലാണോ ഫീമെയിലാണോ? ഞാൻ മെയിലെന്ന് എഴുതി. ഇനി ഡേറ്റ് ഓഫ് ബർത്ത് നിങ്ങളുടെ എന്നാണെന്ന് ഡേറ്റ് ഓഫ് ബർത്ത് എഴുതണം. ഞാൻ ജനുവരി എഴുതി. ഡേ 7 ഇയർ 1999 എഴുതി. ഇത് 2 നിങ്ങൾ ക്ലിക്ക് ചെയ്യണം. ഇവിടെയും ചെക്ക് ചെയ്യണം. സിഗ്നേച്ചർ, നിങ്ങളുടെ സിഗ്നേച്ചർ ഫുൾ നിങ്ങളുടെ നാം എഴുതിയാൽ മതി. ഞാൻ തോമസ് ആന്റണി എന്ന് എഴുതി. ഇവിടെ നിങ്ങൾ സബ്മിറ്റ് ചെയ്യണം. അപ്പം ഞാൻ എഴുതിയ കൂട്ടത്തിൽ എന്തോ തെറ്റ് പറ്റിയെന്നാണ് അവർ പറയുന്നത്. അപ്പം ഈ ബി ഇറർ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് അത് കാണിക്കും. ഇവിടെ ഇന്ത്യ, കൺട്രി കോഡ് ഇന്ത്യ വന്നിട്ടുള്ളൂ. ഇവിടെ ഫോൺ നമ്പർ ഞാൻ എഴുതിയിട്ടില്ല. അതുകൊണ്ടാണ് ഇവർ തിരിച്ചു തന്നത്. ഞാനപ്പം 6874589059 246810. ഇപ്പൊ 10 ഡിജിറ്റിന്റെ ഞാൻ വെറുതെ കൊടുത്തതാണത്. അതുമായിട്ട് ഒരു ഇതുമില്ല. വീണ്ടും വന്നിട്ട് നെക്സ്റ്റിൽ പോവുക. നെക്സ്റ്റിൽ പോയിട്ട് വീണ്ടും സബ്മിറ്റ് ചെയ്യുക. നിങ്ങൾ ഇവിടെ നെക്സ്റ്റിൽ പോവുക. ഇവിടെ വന്നിട്ട് നമ്മൾ നെക്സ്റ്റിൽ തന്നെ പോവുക. ഇത് രണ്ടും ചെയ്തിട്ടുണ്ട്. വീണ്ടും താഴോട്ട് വന്ന് ഇതെല്ലാം വിട്ടിട്ട് നിങ്ങൾ സബ്മിറ്റ് ചെയ്യുക. അതായത് എൻ്റെത് ഇതിൻ്റെ വരുന്നത് കൊണ്ടാണ് അവർ പറയും ഞാൻ ബാക്കിൽ പോയി. ഇങ്ങനെ നിങ്ങൾക്കും കുഴപ്പം വരുമ്പോൾ ബാക്കിൽ പോയി അത് നിങ്ങൾ കറക്റ്റ് ചെയ്യണം. ഇവിടെ അയർലൻഡ് എന്ന് വരുന്നത് കൊണ്ടാണ് ഈ കുഴപ്പം വന്നിരിക്കുന്നത്. ഇവിടെ അയർലൻഡ് വന്ന് ഞാൻ ഇന്ത്യ എടുത്തേ പറ്റത്തുള്ളൂ. അതാണ് അവിടെ ഇത് പ്രോബ്ലം കാണിച്ചത്. കാര്യം അയർലൻഡിൽ ജീവിക്കുകയും ഇന്ത്യയുടെ ഫോൺ നമ്പർ കൊടുക്കുന്നത് അത് ശരിയാകത്തില്ലല്ലോ. അതാണ് കുഴപ്പം പറ്റിയത്. വീണ്ടും ഞാൻ മുന്നോട്ട് പോവുകയാണ്. സേവിങ് ജോബ് ആപ്ലിക്കേഷൻ ഇൻഫോർമേഷൻ എന്ന് ഇവിടെ കാണിക്കുന്നുണ്ട്. ഇവിടെ എൻ്റെത്
യു ആർ ആൾമോസ്റ്റ് ഡൺ. ദ വെരിഫിക്കേഷൻ കോഡ് വാസ് സെൻഡ് ടു ദിസ് ഇമെയിൽ അഡ്രസ്. അതായത് ഈ ഞാൻ കൊടുത്തിരിക്കുന്ന ഇമെയിൽ അഡ്രസ്സിൽ അവർ വെരിഫിക്കേഷൻ കോഡ് കൊടുത്തിട്ടുണ്ട്. അതെനിക്ക് ആ വെരിഫിക്കേഷൻ കോഡ് എനിക്ക് കണ്ടുപിടിക്കണം. ഞാൻ എൻ്റെ മൊബൈലിൽ പോയി ആ വെരിഫിക്കേഷൻ കോഡ് നോക്കുകയാണ്. ഇവിടെ തന്നിട്ടുണ്ട് കൺഫേം യുവർ ഐഡന്റിറ്റി ഫോർ ജോബ് എക്സിക്യൂട്ടീവ് കസ്റ്റമർ സർവീസ് കൊടുത്തിട്ടുണ്ട്. അവിടെ നമ്പരും തന്നു 18429. കൺഫേം യുവർ ഐഡന്റിറ്റി യൂസിങ് ദിസ് കോഡ് 884597. 884597 ആണ് എൻ്റെ കോഡ്. ഇത് ഞാൻ നിങ്ങളെ കാണിക്കാം. ഇനി ഇവിടെ ആ കോഡ് കൊടുക്കണം. 884597. ഇത് കൊടുത്ത് ഞാൻ വെരിഫൈ ചെയ്ത് ആൾമോസ്റ്റ് മൈ ആപ്ലിക്കേഷൻ ഇവിടെ എൻ്റെ കാര്യങ്ങൾ വന്ന് എക്സിക്യൂട്ടീവ് കസ്റ്റമർ സർവീസ് നോൺ IT സർവീസ് ചെന്നൈയിലേക്കാണ് ഞാൻ അപ്ലൈ ചെയ്തത്. സ്റ്റാറ്റസ് ന്യൂ മീറ്റ് ബേസിക് ക്വാളിഫിക്കേഷൻ താങ്ക് യു ഫോർ യുവർ ജോബ് ആപ്ലിക്കേഷൻ്റെ മെസ്സേജ് വന്ന്. അതുകൂടാതെ ഇവിടെ ക്വാളിഫിക്കേഷൻ ഇനി ഇവർ പറയുന്നുണ്ട് സജക്റ്റഡ്. ഇനി നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെയുള്ള ഈ ജോബിൽ ഗുഡ്ഗാവിൻ്റെ ഉണ്ട് കസ്റ്റമർ സർവീസ്, അല്ലെങ്കിൽ സീനിയർ എക്സിക്യൂട്ടീവിൻ്റെ ഉണ്ട്. ഈ ഇനിയും മോർ ജോബ് വരുന്നുണ്ട്. നിങ്ങൾക്ക് ഈ ജോബിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. വീഡിയോ തീർച്ചയായിട്ടും കൂടി കാര്യം നിങ്ങളാരും പിന്നെ പറയത്തില്ല ഒന്നുകൂടി ആ ഒരു ആപ്ലിക്കേഷൻ എങ്ങനെ അയക്കുന്നെന്നുള്ള ഒരു കാര്യം വിടണമെന്ന് നിങ്ങൾ പറയത്തില്ല. അതുകൊണ്ടാണ് ഇത്രയും വീഡിയോയ്ക്ക് ഇത്രയും നീളം കൂടിയത്. ഇല്ലെങ്കിൽ പിന്നെ ഞാൻ രണ്ടാമത് വീഡിയോ ഉണ്ടാക്കിയിടണം. അത് നിങ്ങൾ ചിലപ്പം രണ്ടാമത് കിട്ടിയെന്ന് വരത്തില്ല. അപ്പം ശരി, ഓക്കെ, ബെസ്റ്റ് ഓഫ് ലക്ക് ആൾ ഓഫ് യു. അത് പോകുന്നതിന് മുന്നേ ഒരിക്കൽ കൂടി നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്, നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ആദ്യമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് നിർത്തുന്നു. ഓക്കെ, താങ്ക് യു.